ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ 4 ദിവസം ബാക്കി നിൽക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസും ബി.ജെ.പിയും. കരട് പ്രകടന പത്രിക ബി.ജെ.പി നാളെ പ്രസിദ്ധീകരിക്കും. ബിൽ ഗേറ്റ്സ് മോദി അഭിമുഖം പ്രക്ഷേപണം ചെയ്യാനുള്ള പ്രസാർ ഭാരതിയുടെ അഭ്യർത്ഥന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള അന്തിമ തയ്യാറെടുപ്പിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ സംസ്ഥാനം തിരിച്ചുള്ള വിലയിരുത്തൽ ഇന്ന് നടന്നു. രാഷ്ട്രീയ പാർട്ടികളും ആദ്യഘട്ട വോട്ടെടുപ്പിന് മുൻപേ പഴുതടച്ച തയ്യാറെടുപ്പിനാണ് ശ്രമിക്കുന്നത്. പ്രകടന പത്രികാ സമിതി കരട് പ്രകടന പത്രിക ബി.ജെ.പി പാർലമെന്ററി ബോർഡിന് കൈമാറി. പാർലമെന്ററി ബോർഡ് അംഗീകരിക്കുന്ന പ്രകടന പത്രിക നാളെ ബി.ജെ.പി പ്രസിദ്ധീകരിക്കും. വികസനവും അഴിമതി വിരുദ്ധ ഭരണ തുടർച്ചയും സ്ത്രീ ശാക്തീകരണവും തൊഴിലും തുടങ്ങിയ മേഖലകളിലാണ് പ്രധാന വാഗ്ദാനങ്ങളെന്നാണ് വിവരം. ഇന്ധനങ്ങളെ GST പരിധിയിൽ കൊണ്ടുവരുന്ന നിയമനിർമ്മാണം നിർദ്ദേശിക്കപ്പെട്ടതായി സൂചനയുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ ഇന്ന് റോഡ് ഷോയുടെ ഭാഗമായി. പ്രതിപക്ഷ നിരയിൽ RJD അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പരിവർത്തൻ പത്രിക എന്ന പേരിൽ ഇന്ന് പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗവും ഡൽഹിയിൽ ആരംഭിച്ചിട്ടുണ്ട്. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഇന്ന് രാഹുൽ ഗാന്ധി ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെയും പ്രിയങ്ക ഗാന്ധി ഉത്തരാഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു. അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ സന്ദർശിക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾ ആരംഭിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച സുപ്രീം കോടതി ഹർജിയിൽ സ്വീകരിക്കുന്ന നിലപാട് കൂടി പരിശോധിച്ച ശേഷം സന്ദർശനാനുമതി തേടും. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ബിൽ ഗേറ്റ്സ് മോഡി അഭിമുഖത്തിന്റെ പ്രക്ഷേപണം ഉണ്ടാകില്ല. പ്രസാർ ഭാരതി ഇതിനായി സമർപ്പിച്ച അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.